ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ബിനി മർയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. ഈ ആയത്താണ് വിശദീകരിച്ച് വെച്ചത്. ഇതിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരിൽ നിന്ന് ശക്തിമത്തായ കരാറ് സ്വീകരിച്ചതിനെ കുറിച്ച് ആണ് പറഞ്ഞത്. എന്താണ് ആ കരാർ? അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. മീസാഖഹും, അതേപോലെ മീസാഖൻ ഗലീദ, അത് നബിമാരിൽ നിന്ന് സ്വീകരിച്ച കരാറ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്ന വിഷയമാണ്, സത്യപ്പെടുത്തുന്ന വിഷയമാണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ആ കരാറെന്ന് പറഞ്ഞെങ്കിൽ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ് വലാ തുതിഇൽ കാഫിരീൻ, ആ വിഷയം അള്ളാഹുവിൽ തഖ്വയുള്ളവനാവുക എന്നുള്ള, അതേപോലെ തന്നെ ഈ കാഫിര്യങ്ങളെയും മുനാഫിഖീങ്ങളെയും അനുസരിച്ച് പോകരുതെന്നുള്ള ആ വിഷയം ആണ് സ്വീകരിച്ച കരാറ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അർവാഹുകളുടെ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ സ്വീകരിച്ച് അവരോടെടുത്ത കരാർ, അതിൽ നബിമാരോട് പ്രത്യേകം നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും വിഷയത്തിലെടുത്ത കരാറാണ് എന്ന വിഷയം പറഞ്ഞ് അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തെടുത്ത് ആ വിഷയം ദഅവത്ത് നടത്തുക, ഇതാണ് ആ കരാറിൻ്റെ വിഷയം. ഇങ്ങനെ പല ഇത് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒന്നിനെ പൂരിപ്പിക്കണതാണ്, വൈരുദ്ധ്യമായിട്ടൊന്നുമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച കരാർ. പിന്നെ ഈ ആയത്തിൽ ഇവിടെ വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹ്, ആദ്യം ആരെ പറഞ്ഞത്? മിൻക, ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് നൂഹ്, ഇബ്രാഹിം, മൂസ വഈസ ഇബ്നു മർയം. ഈ ഉലുൽ അസ്മിൽ 5 നബിമാരിൽ 4 പേരെ തന്നെ. സൂറത്തു ശൂറയിൽ ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക്. അവിടെ ആരെ ആദ്യം പറഞ്ഞത്? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി, ആരെ പറഞ്ഞത്? നൂഹൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ പറഞ്ഞത്. പിന്നെയാണ് വല്ലദീ ഔഹൈനാ ഇലൈക്, ആരെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞു. അവിടെ വിഷയം അതെന്തുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്തിപ്പിച്ചു, അവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ മുന്തിപ്പിച്ചു? അതിൻ്റെ വിഷയം അവിടെ ആദർശമാണ് വിഷയം. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി, അവിടെ വ്യക്തിയല്ല, അവിടെ ദീനും അഖീദയാണ് വിഷയം. അതുകൊണ്ട് തന്നെ അത് എത്തിക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് അഖീമുദ്ദീൻ എന്ന് പറയലേ, ദീൻ നേരാവിധം നിലനിർത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആദർശമാണ്, അത് വ്യക്തികളുടെ വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറയപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ അതല്ല വിഷയം. ഇവിടെ നബിമാരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച കരാറാണ് വിഷയം. ഇവിടെ വ്യക്തികളാണ് വിഷയം, നബിമാരാണ് വിഷയം. അതുകൊണ്ട് തന്നെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠവാനും അതേപോലെ തന്നെ മഹത്വമുള്ളവനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം എണ്ണി. അതാണ് ഈ ഒരു ക്രമത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ തഫ്സീറുകളിൽ വായിക്കുന്നത്. ആ വിഷയങ്ങൾ മുമ്പ് പറഞ്ഞു. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ, അതൊക്കെ പറഞ്ഞു. നബിമാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിമത്തായ കരാറിനെയാണ് സ്വീകരിച്ചതെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നാം സ്വീകരിച്ചു. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിയസ്അല സ്സാദിഖീന അൻ സിദ്ഖിഹിം വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. കണ്ടോ അവിടെ ലിയസ്അല സ്സാദിഖീന അൻ സിദ്ഖിഹിം. എന്താ ഇവിടെ ലി എന്ന് പറഞ്ഞെങ്കിൽ ഈ ലാം യെസ് അല എന്നുള്ളതിന് മുമ്പുള്ള ലാമു കൈ എന്നാ പറയാം. ലാമു കൈ, വേണ്ടി എന്ന അർത്ഥത്തിന്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ സ്വീകരിച്ചത്? ലിയസ് അല, അവൻ ചോദിക്കുന്നതിന് വേണ്ടി. ലിയസ് അല, അവൻ ചോദിക്കുന്നതിന് വേണ്ടി. ആരോട് ചോദിക്കുന്നതിന് വേണ്ടി? അസ്സാദിഖീൻ, സാദിഖീങ്ങളോട്. എന്തിനെക്കുറിച്ച്? അൻ സിദ്ഖിഹിം, അവരുടെ സിദ്ഖിനെ കുറിച്ച്, അവരുടെ സിദ്ഖിനെ കുറിച്ച്. വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. വഅഅദ്ദ, അവൻ തയ്യാറാക്കിയിരിക്കും,
ചെയ്തിരിക്കുന്നു, തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അദാബൻ അലീമ, അലീമായ അദാബ്, ശിക്ഷ. ഇവിടെ ഈ ആയത്തിൽ ഒന്ന് ഇതിൻ്റെ ഈ ശൈലി നോക്കി നിങ്ങൾ, വഅഖദ്ന മിൻഹും, അവരിൽ നിന്ന് നാം സ്വീകരിച്ചു. നാം എന്ത്? മീസാക്കൻ ഖലീദ. എന്നിട്ട് പിന്നെ പറയുന്നത് ലിയസ് അല, അവൻ ചോദിക്കുന്നതിന് വേണ്ടി എന്നാണ്. അവൻ ഈ കോർവയിൽ വഅഖദ്ന മിൻഹും മീസാക്കൻ ഖലീദ, നാം അവരിൽ നിന്ന് ഖലീബായ മീസാക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ലിനസ് അല എന്നല്ലേ, നാം ചോദിക്കുന്നതിന് വേണ്ടി, നാം വിചാരണ നടത്തുന്നതിന് വേണ്ടി എന്നല്ല. ഇവിടെ വിചാരണയാണ്, ചോദ്യമല്ല വിഷയം, വിചാരണയാണ്. അവിടെ ലിനസ് അല എന്നല്ല പറഞ്ഞത്, പിന്നെ ലിയസ് അല എന്നാണ്, അവൻ ചോദിക്കുന്നതിന് വേണ്ടി എന്നാണ്. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത. അതിന് ഇൽത്തിഫാത്ത് എന്ന് പറയും സാഹിത്യത്തിൽ. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ ആളുകളുടെ ശ്രദ്ധയെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽ നാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവൻ എന്ന് പറയുമ്പോൾ അറബിയിൽ ഇവിടെ ദമീർ മുതകല്ലിമിൻ്റേതാണ്, ഇവിടെ ദമീർ ഗായിബിൻ്റേതാണ് ഈ സർവനാമം. അത് ഉണ്ടല്ലോ അറബി ഭാഷയിലൊരു സാഹിത്യ ശൈലിയാണത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകളുടെ പിന്നെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി. പിന്നെ ഇവിടെ ലിയസ് അല നമ്പർ ലാമു കൈയാണ്, അവൻ ചോദിക്കുന്നതിന് വേണ്ടി. ഇവിടെ വിചാരണയാണ് വിഷയം, വിചാരണയാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നതാണ് വിഷയം. വിചാരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താ, ഭാഗം എന്താ? ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യലാണ്. വിചാരണ പല നിലക്കുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള വിചാരണ പല നിലക്കുണ്ട്. സാക്ഷികളെ ഹാജരാക്കി, കർമ്മങ്ങളെ തൂക്കി കണക്കാക്കി, ഇങ്ങനെ പിന്നെ പല രീതിയിൽ പല വിഷയങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കലാണ്, മുനാഖശ. ഏതായാലും അവൻ ലിയസ് അല ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, വിചാരണ നടത്തുന്നതിന് വേണ്ടി. ആരെയാണ് വിചാരണ നടത്തുക? അസ്സാദിഖീന അൻ സിദ്ഖിഹിം, സാദിഖീൻ സിദ്ഖുള്ളവർ, സിദ്ഖ് സത്യസന്ധതയുള്ളവർ, സിദ്ഖ്. സിദ്ഖ് മേൽവിലാസമുള്ള ആളുകൾ, അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. അൻ സിദ്ഖീൻ, അവരുടെ സിദ്ഖിനെ കുറിച്ച്, അവരുടെ സിദ്ഖിനെ കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച്. ഇവിടെ ഉദ്ദേശം ആരാണ് ഈ അസാദിഖീൻ അൻ സിദ്ഖിഹിം? ഇവിടെ സാദിഖീൻ അൻ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ വായിക്കുമ്പോൾ കരാർ സ്വീകരിച്ച നബിമാർ, നബിമാരോട് അവരുടെ സിദ്ഖിനെ കുറിച്ച് ചോദിക്കാനെന്നാണ്. കാരണം അവർ അള്ളാഹുവിനോട് സ്വീകരിച്ച കരാർ അതിൽ സത്യസന്ധരായിട്ടുണ്ടോ, സിദ്ഖുള്ളവരായിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയെന്നാണ്. അത് ശരിയാണ്. ഒപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നബിമാരെ എന്നല്ലല്ലോ പറഞ്ഞേ, അള്ളാഹു സാദിഖീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സാദിഖീങ്ങളിൽ ആരൊക്കെ വരാൻ തരപ്പെടുമ്പോൾ അവരൊക്കെ. ഇപ്പോൾ നബിമാർ ഉദ്ദേശമാണ്. പിന്നെ നബിമാർ ഇത് എത്തിച്ചു കൊടുത്തില്ലേ, നബിമാർ കരാർ പ്രകാരം എത്തിച്ചു. അപ്പോൾ ആ എത്തിക്കപ്പെട്ടവർ ഉദ്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. എന്താ? വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, റസൂലുമാർ നിയോഗിക്കപ്പെട്ടവർ, ആളുകൾ, അവരെ നാം ചോദ്യം ചെയ്യും. വലനസ്അലന്നൽ മുർസലീൻ, റസൂലുമാരെയും നാം ചോദ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഏറ്റവും ശക്തമായിട്ട് പറയണം. റസൂലുമാരെ ചോദ്യം ചെയ്യും, റസൂൽമാർ ആരിലേക്ക് അയച്ചോ അവരെയും ചോദ്യം ചെയ്യുന്നതാണ്. അള്ളാഹു അവിടെ വലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മാദാ അജബ്തുമുൽ മുർസലീൻ, അള്ളാഹിൻ്റെ വിചാരണയുടെ ഭാഗമാണത്. മാദാ അജബ്തുമുൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം നൽകി എന്നാണ് ചോദിക്കുക. അപ്പോൾ അത് ആരോടാ ചോദ്യം? മാദാ അജബ്തുമുൽ മുർസലീൻ, ആരോടാ ചോദ്യം? അല്ല, മുർസലീങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം നൽകി എന്നാണ്, ജനങ്ങളോടാണ് ചോദ്യം, മുർസലീങ്ങൾക്കല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുആൽ അത് നബിമാരോടും ഉണ്ടാകും, പിന്നെ നബിമാർ നിയോഗിതരായ ആളുകളോടുണ്ടാകും. അതാണ് ഇവിടെ ഉദ്ദേശം. ലിയസ് അല സാദിഖീന അൻ സിദ്ഖിഹിം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കിയ പ്രയോഗിച്ചത് അസാദിഖീന അൻ സിദ്ഖിഹിം എന്നാണ്. പണ്ഡിതന്മാർ പറയാണ്, സത്യസന്ധത പുലർത്തിയവരോട് തന്നെ അള്ളാഹിൻ്റെ വിചാരണ ഉണ്ട് എങ്കിൽ സാദിഖീൻ്റെ ഇതിൻ്റെ വിപരീതം എന്താ? സാദിഖിൻ്റെ വിപരീതം എന്താ? സിദ്ഖിൻ്റെ വിപരീതം എന്താ? കാദിബീൻ. സാദിഖീൻ എന്നുള്ള അൽ കാദിബീൻ,
കളവാക്കിയവർ, വ്യാജന്മാർ. അപ്പോൾ അവരോട് എത്രമാത്രമായിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണ എന്നുള്ളതാണ്. സിദ്ഖ് എന്താ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സാദിഖീന അൻ സിദ്ഖിഹിം എന്നാണ്, അവരുടെ സിദ്ഖിനെ കുറിച്ച് ചോദിക്കും എന്നാണ്. എന്താ ഈ സിദ്ഖ്? സിദ്ഖിന് നേരെ വിപരീതം എന്താ നമ്മൾ പറഞ്ഞത് ഇപ്പം? അൽ കദീബ്. അൽ കദീബ് എന്താ? അൽ കദീബ് പിന്നെ ഭാഷ നിഘണ്ടുക്കളിൽ പറയും മുതാബഖത്തുൽ ഖൗൽ അദ്ദമീർ. ദമീർ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഖൗൽ എന്താ? വാക്കാണ്. വാക്ക് മനസ്സിനോടൊക്കലാണ് സിദ്ഖ്. അതേപോലെ തന്നെ വൽ മുഖ്ബർ ബിഹി അല്ല വൽ മുഖ്ബർ അൻഹു. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഖൗല്, വാക്ക് മനസ്സിനോടൊക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്? എന്തോ അത് മനസ്സിലുള്ളതിനോട് ഒക്കുക എന്നുള്ളതാണ്. വൽ മുഖ്ബർ അൻഹു. അതേപോലെ തന്നെ വാക്കുണ്ടല്ലോ, വാക്ക് എന്തിനെക്കുറിച്ചാണ്? എന്തിനെക്കുറിച്ച് നമ്മൾ പറയണത്? അതിനോടും മനസ്സൊക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഹമ്മദുർ റസൂലുള്ളാഹ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാകുന്നു എന്നാണ്. ഇപ്പം ഒരു മുനാഫിക്ക്, കപട വിശ്വാസി പറയാണ് എന്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് ഹക്കല്ലേ? അത് പിന്നെ വാക്കൊത്തതാണ്. ഈ വാക്ക് മുതാബഖത്തുൽ ഖൗൽ അദ്ദമീർ വൽ മുഖ്ബർ അൻഹു എന്നാണ്. മനസ്സിനോടും എന്തിനെക്കുറിച്ചാണ്, എന്താണോ പ്രസ്താവിക്കുന്നത് അതിനോടും വാക്കൊക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുനാഫിഖ് പറയാണ്, വാക്ക് പറയാണ്, എന്ത് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഖ്ബർ അൻഹു ശരിയല്ലേ? അയാൾ പറഞ്ഞത് ശരിയല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ഹക്കാണ്. അതേസമയം അയാളുടെ വാക്ക് ദമീറിനോട് വെക്കുന്നുണ്ടോ? ഇല്ല. അയാൾ ദമീർ, അയാളുടെ ഉള്ളിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് കളവാക്കിക്കൊണ്ടാണ്. പക്ഷെ അയാൾ പറയണത് എന്താണ്? അതെന്താണ്? സത്യമാണ്. സിദ്ഖാകണം എന്നുണ്ടെങ്കിൽ മനസ്സിനോടും പറയണത് എന്താണ്? അത് മനസ്സിനോട് വെക്കണം, പറയപ്പെടുന്നതിനോട് വെക്കണം, പറയപ്പെടുന്നതിനോട് വെക്കണം. അതില്ല എങ്കിൽ സിദ്ഖ് താമാവില്ല എന്നുള്ളതാണ്. അതാണ് അബുൽ ഖാസിം അൽ അസ്ബഹാനി ഈ സിദ്ഖിൻ്റെ താരീഫ് പറഞ്ഞത്. ഏതായാലും നമ്മുടെ ദീനിൽ സിദ്ഖ്, ഇഖ്ലാസ്, സിദ്ഖ് രണ്ടടിസ്ഥാന ഗുണങ്ങളാണ്, രണ്ടടിസ്ഥാന സ്വഭാവം. ഇഖ്ലാസ് തെളിമയാണ് അറിയിക്കുന്നത്, സിദ്ഖ് സത്യസന്ധതയാണ് അറിയിക്കുന്നത്. ഈ രണ്ടടിസ്ഥാനങ്ങളാണ് നമ്മുടെ ദീനിൽ ഉള്ളത്. പിന്നെ എല്ലാ സൽസ്വഭാവങ്ങളുടെയും അടിസ്ഥാനമായി നമ്മളുടെ സിദ്ഖ്, നമ്മുടെ നിയ്യത്തിൽ, ഉദ്ദേശത്തിൽ സിദ്ഖ് വേണം. അതേപോലെ തന്നെ നമ്മുടെ വാക്കിൽ സിദ്ഖ് വേണം. അതേപോലെ തന്നെ നമ്മുടെ ഫേൽ, പ്രവൃത്തിയിൽ സിദ്ഖ് വേണം. അതേപോലെ തന്നെ നമ്മുടെ ഹാൽ, അവസ്ഥയിൽ സിദ്ഖ് വേണം. എല്ലാ വിഷയത്തിലും നമുക്ക് സിദ്ഖ്, സത്യസന്ധത ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പിന്നെ 4 സഹാബികളുടെ നിവേദനം ഞാൻ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയലെന്താ? അസാദിഖുൽ, എന്താ പറയുക പറഞ്ഞേ? അൽ മസ്ദൂഖ്. അസാദിഖുൽ മസ്ദൂഖ്. ഇതിൻ്റെ മസ്ദൂഖ് വേണം. സാദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ഖ് മേൽവിലാസം ആയുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും മനസ്സും ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിക്കുന്നത് എന്തോ അതും വാക്കിന് ഒത്ത സഹിയായതാണ്, സത്യമായതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദിഖാണ്, അൽ മസ്ദൂഖ്. അബൂ ഹുറൈറ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയൽ ഹദ്ദസന അസാദിഖുൽ മസ്ദൂഖ്. അസാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു എന്നാണ് പറയുക. അബൂ ഹുറൈറ പറയുമ്പോഴും അസാദിഖുൽ മസ്ദൂഖ് ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ അസാദിഖുൽ മസ്ദൂഖ് ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിലെ പള്ളിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിൻ്റെ വെട്ടേറ്റ്, അത് ആ ഭീകരവാദിൻ്റെ വെട്ടേറ്റിട്ട് വീണ്
വീണ് കിടന്നപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ നെറ് പൊട്ടിയിട്ടുണ്ട്, ചോര ഒലിച്ച് അദ്ദേഹത്തിൻ്റെ താടി കുതിർത്തിട്ടുണ്ട്. അത്ര രക്തത്തിൽ കിടക്കുമ്പോൾ അബൂ സിനാൻ അദ്ദു അലി എന്ന് പറയുന്ന വ്യക്തി അലിയാരെ രോഗം കാണാൻ വേണ്ടി വരികയാണ്, ഈ കിടക്കുന്ന അവസ്ഥയിൽ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട് അബൂ സിനാൻ അദ്ദു അലിക്ക്. അപ്പോൾ അലി റളിയല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ വിഷമിക്കണ്ട, അസാദിഖുൽ മസ്തൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നെറുകയിൽ വെട്ടേൽക്കും, ആ വെട്ടിൽ രക്തമൊലിച്ചാൽ നിങ്ങളുടെ താടി നനഞ്ഞ് കുളിക്കും, പക്ഷെ നിങ്ങളെ വെട്ടുന്നവൻ ഏറ്റവും ഭാഗ്യം കെട്ടവനായിരിക്കും. ഏതുപോലെ ഭാഗ്യം കെട്ടവനായിരിക്കും? ആഖിറുന്നാക്കയെപ്പോലെ ഭാഗ്യം കെട്ടവനായിരിക്കും. ആഖിറുന്നാക്ക എന്ന് പറഞ്ഞാൽ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ മുഅ്ജിസത്ത് ഒട്ടകം, ആ ഒട്ടകത്തെ കാല് വെട്ടി കൊന്നവനാണ് ആഖിറുന്നാക്ക. അയാൾ എത്ര ഭാഗ്യം കെട്ടവനാണ്, അതേപോലെ ഭാഗ്യം കെട്ടവനായിരിക്കും നിങ്ങളുടെ തലയിൽ വെട്ടുന്നവൻ എന്ന് അസാദിഖുൽ മസ്ദൂഖ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആര്? അലി റളിയല്ലാഹു തആല അൻഹു. അതിനെ തുടർന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വമൊക്കെ വരുന്നത്. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അസാദിഖ് അൽ മസ്ദൂഖാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ് വല്ലദീ ജാഅ ബിസ്സിദ്ഖി, റസൂലുള്ളാഹി സിദ്ഖ് കൊണ്ടുവന്നവനാണ്. വസദ്ദഖ ബിഹി, സിദ്ഖ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പിന്നെ വസദ്ദഖ ബിഹി, സിദ്ഖിനെ സത്യപ്പെടുത്തുകയും ചെയ്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ആയത്താണത്. അല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദിഖായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തനായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാദിഖുൽ മസ്ദൂഖ് അല്ലേ. മുസൈലിമത്തുൽ കദ്ദാബും വന്നു. മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാനും അള്ളാഹുവിൽ നിയുക്തനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ മുസൈലിമത്തുൽ കദ്ദാബ് അൽ കദ്ദാബാണ്, അൽ ഖദ്ദാബാണ്. അൽ ഖദ്ദാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാദിഖ് എന്നതിൻ്റെ അൽ ഖാദിബ് വിപരീതം. അൽ ഖാദിബ് എന്ന് മാത്രമല്ല, ഖാദിബ് എന്ന് പറഞ്ഞെങ്കിൽ കളവാക്കുന്നുവെന്നാണ്. ഖദ്ദാബ് എന്ന് പറഞ്ഞെങ്കിൽ സീഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്, പെരുങ്കള്ളൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസാദിഖായിട്ട് പിന്നെ വിശേഷിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ. എന്താ അതിൻ്റെ അർത്ഥം? വകൂനു മഅ സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ്. നമ്മളെങ്ങനെ സാദിഖീങ്ങളോടൊപ്പം നിൽക്കുക? നമ്മൾ കെതിപ്പുള്ളവരായിട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുപോലെ അപ്പം ഇങ്ങനെ തോള് കൈയിട്ട് നടക്കുക. നമ്മൾ സാദിഖീങ്ങളോടൊപ്പം ആകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സിദ്ഖ് വേണം. നമ്മൾ സിദ്ഖ് സ്വീകരിക്കണം, സിദ്ഖുള്ളവരാകണം. സിദ്ഖുള്ളവരായിട്ട് സാദിഖീങ്ങളോടൊപ്പം നിൽക്കാനാണ് പറഞ്ഞത്. അല്ലാതെ സാദിഖീങ്ങളോടൊപ്പം ഇങ്ങനെ അവരെ തണലിൽ നമ്മൾ പിന്നെ വ്യാജമുള്ളവരായിട്ട് നിൽക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയകൂനുൽ മുഅ്മിനു ജബാനൻ, ഒരു മുഅ്മിൻ ജബാനാകുമെന്ന് ചോദിക്കുകയാണ്, ഭീരു ആകുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയേക്കാമെന്ന് പറയാണ്. അതേപോലെ തന്നെ ബഖീലായേക്കുമോ ചോദിക്കുകയാണ്, ബഖീലായേക്കുമെന്ന് പറയാണ്. പക്ഷേ റസൂൽ ചോദിക്കുകയാണ് മുഅ്മിൻ ഖാദിബാകുമോ? ഖാദിബ്. റസൂൽ പറയണ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ഖാദിബാകൂല. പിന്നെ മുഅ്മിൻ എപ്പോഴും ആയിരിക്കും? സാദിഖായിരിക്കും എന്നാണ്. സിദ്ഖ് മുഅ്മിനിൻ്റെ മേൽവിലാസമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വകൂനു മഅ സാദിഖീൻ, നിങ്ങൾ സിദ്ഖ് സ്വീകരിച്ച് സിദ്ഖുള്ളവരായി സാദിഖീങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ് പറഞ്ഞത്. അലൈക്കും ബിസ്സിദ്ഖ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. അലൈക്കും ബിസ്സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്ദുഖു എന്നല്ല, സദഖ എന്ന് പറഞ്ഞാൽ സത്യസന്ധത പുലർത്തി എന്നാണ്. ഉസ്ദുഖു എന്നല്ല, നിങ്ങൾ സത്യസന്ധത പുലർത്തൂ എന്നല്ല പറഞ്ഞത്. പിന്നെയോ അലൈക്കും ബിസ്സിദ്ഖ് എന്നാണ് പറഞ്ഞത്. രണ്ട് വ്യത്യാസമുണ്ട്. എന്താ അലൈക്കും ബിസ്സിദ്ഖ്? നിങ്ങളെപ്പോഴും സിദ്ഖിനെ മുറുകെ പിടിച്ചായിരിക്കണം. സിദ്ഖുള്ളവരായി സത്യസന്ധരായിട്ട് നിങ്ങൾ അത് പൂണ്ട് പിടിച്ചാണ് ജീവിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കദിബ് ഇല്ല. ഒരു ഹദീസിൽ അമാനത്ത്, അതേപോലെ തന്നെ സിദ്ഖുൽ ഹദീസ്, സിദ്ഖുൽ ഹദീസ്, പിന്നെ 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അമാനത്ത്, അദാഉൽ അമാന, സിദ്ഖുൽ ഹദീസ്, പിന്നെ ഹുസ്നു ഖലീഖ, ഹുസ്നു ഖലീഖ എന്ന സൽസ്വഭാവം, പിന്നെ തയ്യിബുത് തുഅമ, നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഇത് നിനക്കുണ്ട് എങ്കിൽ മാ യദുറുക മാ ഫാതക മിന ദുനിയ, ദുനിയാവിൽ നിന്ന് എനിക്ക് എന്ത് നഷ്ടമായാലും ഒരു പ്രശ്നമല്ലെന്ന്. ദുനിയാവിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും അമാനത്തുണ്ടോ, സിദ്ഖുൽ ഹദീസ്, സംസാരത്തിൽ സത്യസന്ധത ഉണ്ടോ,
അതേപോലെ തന്നെ എൻ്റെ അന്നം നല്ലതാണോ, പിന്നെ നല്ല സ്വഭാവമാണോ, ഒന്നും പേടിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സിദ്ഖ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് അള്ളാഹിൻ്റെ പ്രയോഗം ലിയസ്അല സാദിഖീന അൻ സിദ്ഖിഹിം. പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഖാല അല്ലാഹ് ഹാദാ യൗമുൻ യൻഫഉ സാദിഖീന സിദ്ഖുഹും. ഖാല അല്ലാഹ് പറഞ്ഞു എന്നാണ്. ഹാദാ യൗം, പരലോകത്തെക്കുറിച്ച് പറയുന്നത് ഈ ദിനം, യൻഫഉ സാദിഖീന സിദ്ഖുഹും. യൻഫഉ നാസ് എന്നല്ല പറഞ്ഞത്, പിന്നെയോ യൻഫഉ സാദിഖീന സിദ്ഖുഹും എന്നാണ്. സാദിഖീങ്ങൾക്ക് അവരുടെ സിദ്ഖ് ഉപകാരപ്പെടുന്ന ദിവസമാകുന്നു ഈ ദിവസം എന്നാണ് പറഞ്ഞത് പരലോകത്തെക്കുറിച്ച്. സൂറത്തുൽ മാഇദൻ്റെ അവസാനത്തിന് തൊട്ടുമ്പത്തെ ആയത്ത് സിദ്ഖിൻ്റെ ഒരു പ്രാധാന്യമാണത്. വേറെ ആയത്തിൽ ലിയജ്സിയ സാദിഖീന ബിസിദ്ഖിഹിം എന്നാണ്. ലിയജ്സിയ സാദിഖീന ബിസിദ്ഖിഹിം എന്താ ഇതിൻ്റെ അർത്ഥം? സാദിഖീങ്ങൾക്ക് അവരുടെ സിദ്ഖിന് പകരമായി പ്രതിഫലം നൽകാൻ വേണ്ടിയതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, സിദ്ഖിൻ്റെ ഒരു പ്രാധാന്യം ദീനിൽ വർത്തമാനത്തിൽ, പ്രത്യേകിച്ച് സിദ്ഖ്. അബൂ ഹാത്തിം അൽ ബുസ്തി പറയാണ്, അബൂ ഹാത്തിം അൽ ബുസ്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിന് നിശ്ചയിച്ച അവയവങ്ങളിൽ നാവിന് നൽകിയ ഒരു മഹത്വവും ഒരു ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠതയും മഹത്വവും ഒരവയവത്തിനും ഇല്ല എന്നാണ്. നാവിനെന്താണ് മറ്റവയവങ്ങളെ അപേക്ഷിച്ച് നൽകിയ ശ്രേഷ്ഠത? എന്താ? സംസാരമാണ്. സംസാരത്തിൽ തൗഹീദ് സാക്ഷ്യം വഹിക്കാൻ ഉള്ള ആ മഹത്വം, അതാണ് അബൂ ഹാത്തിം അൽ ബുസ്തി പറയുന്നത്. അള്ളാഹുവിൻ്റെ തൗഹീദ്, ഏകത്വം, അത് സാക്ഷി പറയാനുള്ള മൊഴിയാനുള്ള അവസരം ആയിരിക്കും അള്ളാഹു നൽകിയിട്ടുള്ള അവയവങ്ങളിൽ നാവിനേ ഉള്ളൂ. മറ്റേതിൻ്റെയൊക്കെ സാക്ഷ്യം മൊഴിയായല്ല, നാവിൻ്റേത് മൊഴിയായിട്ടാണ്. ആ അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തിൽ ഒരൊറ്റ അവയവത്തിനെ നൽകിയിട്ടത് നാവാണ്. അതുകൊണ്ട് പറയാണ്, ആ നാവിനെ നീ സിദ്ഖ് കൊണ്ട്, സത്യം കൊണ്ട് മുആവദത്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിക്കുക. അതിനെ നീ കളവ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അബൂ ഹാത്തിം അൽ ബുസ്തി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അറിയപ്പെട്ടത് എങ്ങനെ? ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായിട്ട് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടിയ അന്ന് ഗാർ ഹിറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലേ? ഈ ആദ്യ വഹയിൻ്റെ വചനങ്ങൾ ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയിറങ്ങി വന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് തൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കല്ല വല്ലാഹ് ലാ യുഖ്സീകല്ലാഹു അബദ. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇന്നക തസ്ദുഖു ഫിൽ ഹദീസ് എന്നാണ്. ഇന്നക തസ്ദുഖു ഫിൽ ഹദീസ് എന്താ? നിങ്ങൾ സംസാരിച്ചാൽ തസ്ദുഖു എന്നാണ്, സത്യ പറയാം. സംസാരത്തിൽ സത്യസന്ധതയുള്ളവനാണ് നിങ്ങൾ. പിന്നെ പറഞ്ഞ് ലതസിലുർ റഹീം വതുഖ്രി ദൈഫ് വതഹ്മിലു അലാ നവാഇബിൽ ഹഖ് വതക്സിബുൽ മഅദൂം എന്നൊക്കെ കുറേ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ പ്രയോഗം നോക്കി നിങ്ങൾ, താങ്കളെ ഒരിക്കലും അപമാനിതനാവില്ല, താങ്കൾ തസ്ദുഖുൽ ഹദീസ് എന്നാണ്. അപ്പം ഇത് പറയുന്ന ദിവസം റസൂലുള്ളാഹി നബിയാകുന്നേ ഉള്ളൂ. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയാകുന്നതിന് മുമ്പുള്ള ഇന്നലകളെക്കുറിച്ചാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. സിദ്ഖുൽ ഹദീസ് അത് ഒരു മനുഷ്യൻ്റെ സ്വീകാര്യതക്കും അംഗീകാരത്തിനുള്ള വലിയൊരു അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനത്തിനുള്ള തുടക്കം സഫാ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഈ മലക്ക് മുകളിൽ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തൂല്ലേ എന്നാണ് ചോദിച്ചത്. അകുൻതും മുസദ്ദിഖിയ, മക്കക്കാരെ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തൂലേ എന്ന് ചോദിച്ചത്. മുസദ്ദിഖിയ എന്ന് പറഞ്ഞാൽ സിദ്ഖിൽ നിന്നാണ്. അപ്പോൾ അവർ പറയാണ് നാം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ. അതിനൊരു ഹദീസിൻ്റെ പ്രയോഗമുണ്ട്. നാം അതെ, ഞങ്ങൾ താങ്കളെ സത്യപ്പെടുത്തും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ എന്നാണ്. താങ്കളിൽ ഞങ്ങൾ സിദ്ഖല്ലാതെ ഒന്നും അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്നാണ് സിദ്ഖ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവരിലുണ്ട്, തെളിഞ്ഞ സ്വഭാവം. മാ ജറബ്ന അലൈക സിദ്ഖൻ ഖത്ത്. അപ്പോൾ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫൈനി ബൈന യദൈ സാഅത്തി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചത്, ഞാൻ
അന്ത്യനാളിന് മുന്നോടിയായിട്ട് നബിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പിന്നെയാണ് അവരെന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കേണ്ടത്. പക്ഷേ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തൂലെന്ന് ചോദിച്ചപ്പോൾ സത്യസന്ധതയാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് നോക്കൂ, നിങ്ങൾ ആ സ്വഭാവത്തിൻ്റെ ഒരു അനിവാര്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അലി റളിയല്ലാഹു തആല ഒരിക്കൽ പറയുന്നുണ്ട്, മാ കദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കുദിബ്. എന്താ മാ കദബ റസൂലുള്ളാഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. വലാ കുദിബ്, എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവാക്കപ്പെട്ടിട്ടുമില്ല. അത് പറയുന്നത് എപ്പോഴാണ്? റൗദത്ത് ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. റൗദത്ത് ഖാഖ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എവിടെ റൗദത്ത് ഖാഖ്? ആർക്കറിയാം റൗദത്ത് ഖാഖ്? മാഷാ അല്ലാഹ് ഉസ്മാൻ അതിനറിയാം. റൗദത്ത് ഖാഖ് കത്ത് പിടിച്ച സ്ഥലമാണ്. അതായത് ഹാത്തിബ് ബിൻ അബി ബൽത്താ അല്ലേ, ഹാത്തിബ് ബിൻ അബി ബൽത്താ റളിയല്ലാഹു തആലാൻ്റെ ഒരു കത്ത് റസൂലുള്ളാഹിൻ്റെ സ്വകാര്യം എന്ത് ചെയ്തു? അത് ഹാത്തിബ് ബിൻ അബി ബൽത്താ കത്തിലെഴുതി എന്നിട്ടൊരു പെണ്ണിൻ്റെ അടുത്ത് കൊടുത്ത്. ആ പെണ്ണ് ആ കത്ത് തൻ്റെ മുടിക്കെട്ടിൽ വെച്ചിട്ട് കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വകാര്യം ആരോടും അറിയിക്കരുത്, മക്കക്കാരോട് അറിയിക്കരുത് എന്ന് പറഞ്ഞ സ്വകാര്യമാണ്. ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ മക്കയിലുണ്ട്. അപ്പോൾ അദ്ദേഹവും ഇത് അറിഞ്ഞിട്ട് ഞങ്ങളോട് ഇത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് മക്കക്കാർ തൻ്റെ കുടുംബത്തെ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ഒരു കത്താക്കിയിട്ട് ഈ സ്ത്രീയുടെ അടുക്കൽ കൊടുത്തത്. സാറ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അത് ഒരു അവിശ്വാസിയായ പെണ്ണാണ്, മുസ്ലിം അല്ല. പിന്നെ ആ മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്നതാണ്. എന്തിനാ മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഏറ്റുവാങ്ങിയിട്ട് സ്ത്രീ മടങ്ങുമ്പോൾ അതിൻ്റെ അടുത്താണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ കത്ത് കൊടുത്തത്. കത്ത് അവർ വിദഗ്ധമായിട്ട് അവരുടെ മുടിക്കെട്ടിൽ വെച്ച് എന്നിട്ട് പോവുകയാണ്. പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കിട്ടുന്ന, റസൂലെ നിങ്ങളുടെ രഹസ്യം, നിങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ രഹസ്യം അത് മക്കയിലേക്ക് പോകുന്നുണ്ട്, ഇന്ന ആളെടുത്താണ്, ആളുള്ളത് ഇന്ന അടുത്താണെന്നാണ് അള്ളാഹിൽ നിന്ന് വഹി വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരാളെയും പറഞ്ഞേക്കാണ്. പറയാണ് റൗദത്ത് ഖാഖിൽ ഇന്ന സ്ത്രീയുണ്ട്, അവരെടുത്ത് എന്തുണ്ട് കത്തുണ്ട് എന്ന് പറയാണ്. അലി റളിയല്ലാഹു അൻഹു സുബൈറൊക്കെ വന്നിട്ട് ആ സ്ത്രീയെ പിടിച്ച്, ഖാലിദും ഉണ്ട് തോന്നുന്നു, ഖാലിദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് നോക്കുമ്പോൾ അവർ നിഷേധിക്കാണ്, കത്തില്ല എന്ന് പറയാണ്. പരിശോധിച്ചപ്പോൾ അവരടുത്ത് കത്തില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ കദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കുദിബ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കെദിബ് പറഞ്ഞിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുദിബ് കളവാക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഉണ്ട് കത്ത്, എടുക്കാൻ പറയാണ്. അപ്പം ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? മുടി കെട്ടയച്ചിട്ട് അതിന് കത്തെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ അലിയാരുടെ പ്രയോഗം നോക്കി നിങ്ങൾ, മാ കദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കുദിബ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത് ദീനിൻ്റെ ശത്രുക്കൾ, ദീനിൻ്റെ വക്താക്കളല്ല, ദീനിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്, ഞങ്ങൾ നിങ്ങളിൽ സിദ്ഖ് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ ദീനിൻ്റെ ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ സിദ്ഖിനെ കുറിച്ച്. സിദ്ഖിൻ്റെ വിഷയം ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ അത്തരം ആ ഒരു സ്വഭാവം നമ്മൾ ഇന്ന് ഏലിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങൾ ലിയസ്അല സാദിഖീന അൻ സിദ്ഖിഹിം എന്നാണ് ഇവിടെ പറഞ്ഞത്. തങ്ങളുടെ സിദ്ഖിനെ കുറിച്ച് സാദിഖീങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി എന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉടമ്പടി സ്വീകരിച്ചത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ. എന്താ വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ? കാഫിരീങ്ങൾക്ക് അള്ളാഹു ഒരുക്കുകയും ചെയ്തു അദാബൻ അലീമൻ, അലീമായ അദാബ്, നോവേറ്റുന്ന ശിക്ഷ. ഇവിടെ ഈ ആയത്തിൻ്റെ ശൈലിയിൽ ലിയസ്അല സാദിഖീന അൻ സിദ്ഖിഹിം എന്ന് പറഞ്ഞു, തങ്ങളുടെ സിദ്ഖിനെ കുറിച്ച് സാദിഖീങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. വിചാരണ ചെയ്താൽ എന്താ? വിചാരണ ചെയ്യുന്ന വിഷയമാണ്, ചോദ്യം ചെയ്യുന്ന വിഷയമാണല്ല. പിന്നെ ചോദ്യം ചെയ്തിട്ട് അവർക്ക് എന്താ കിട്ടുക? അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലേ, അതിൻ്റെ കൂലി കിട്ടും. പക്ഷെ ആ കൂലി കിട്ടും എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കി നിങ്ങൾ എന്താ പറഞ്ഞത്? വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ എന്നാണ്. അവിശ്വാസികൾക്ക് നോവേറ്റുന്ന ശിക്ഷ അവൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ അവിശ്വാസികൾക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്.
ഇവിടെ അവിശ്വാസി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇതിനാണ് ഉസൂലിൽ അൽ ഇഹ്തിബാക്ക് എന്ന് പറയും. നോക്കി ഇവിടെ നോക്കി, ഇവിടെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അത് വിശുദ്ധ ഖുർആൻ്റെ വിശിഷ്യ ഒരു ശൈലിയാണ്. കാരണം എന്താ, ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട് ഇവരിവിടെ ചോദ്യം ചെയ്യും എന്നുള്ളത്, ഈ പ്രയോഗം അറിയിക്കുന്നുണ്ട് ഇവർക്കിവിടെ പ്രതിഫലം കിട്ടും എന്നുള്ളത്. പറഞ്ഞത് മനസ്സിലാണ്ടോ? ഖുർആൻ്റെ ശൈലിയിൽ ഇത് മുഖ്യമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കൽ. ലിയസ് അല സാദിഖീൻ അൻ സിദ്ഖിഹിം എന്നുള്ളതുണ്ടല്ലോ, ഇവർ വിചാരണ ചെയ്യും എന്നുള്ളത് ഇവിടെ പറഞ്ഞു. അതിന് മനസ്സിലാകും ആര് വിചാരണ ചെയ്യും എന്നുള്ളത്, അവിശ്വാസികളും വിചാരണ ചെയ്യുമെന്നുള്ളതും പറയാൻ തന്നെ അത് വ്യക്തമാണ്. അതേപോലെ തന്നെ ഇവിടെ വിചാരണ ചെയ്തവർക്ക് പ്രതിഫലം, അവിശ്വാസി വിചാരണ ചെയ്തിട്ട് അവൻ്റെ പ്രതിഫലം ഇവിടെ പറഞ്ഞ് അദാബൻ അലീമ എന്നുള്ളത്. ഈ പറഞ്ഞ പ്രതിഫലം അതറിയിക്കുന്നുണ്ട്. ഇവർ വിചാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നുണ്ട്, ഇവർക്ക് അതിൻ്റെ സത്യസന്ധതക്കുള്ള പ്രതിഫലം ഉണ്ട് എന്നുള്ളത് സാഹിത്യത്തിലൊരു വലിയ വിഷയമാണത്. ചില പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മമായി ആയത്തുകളെ നിരീക്ഷിക്കുന്ന ചില പണ്ഡിതന്മാർ ഈ ഒരു മസാല പല ആയത്തുകളുടെയും വിഷയത്തിൽ ഇങ്ങനെ ഉദ്ധരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വിചാരണയെക്കുറിച്ച് പറഞ്ഞു, പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, വിചാരണയെക്കുറിച്ച് പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നത് കൊണ്ട്, ആയത്തിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തെ പൂരിപ്പിക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിയസ് അല സാദിഖീന അൻ സിദ്ഖിഹിം വഅഅദ ലിൽ കാഫിരീന അദാബൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാറിനോട് സത്യസന്ധത പുലർത്തിയവരുണ്ട്, ആ കരാറിനെ കളവാക്കിയവരുണ്ട്. കരാറിനെ കളവാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അൽ കാഫിരീൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോവേറ്റുന്ന ശിക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരിലൂടെ കൈമാറിയ ആ ഉടമ്പടി കരാർ അത് സത്യസന്ധമായിട്ട് പുലർത്തുകയാണ് വേണ്ടത്. എങ്കിൽ അള്ളാൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടും. അത് കളവാക്കാൻ പാടുള്ളതല്ല. അങ്ങനെ കളവാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ തേട്ടവും അറിയിപ്പും. ഖലാസ്, നമ്മൾ സിദ്ഖിനെ കുറിച്ച് അല്ലേ, സത്യസന്ധരാവുക എന്നുള്ളതാണ്. സത്യസന്ധരാവുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവങ്ങൾ, അവസ്ഥകളൊക്കെ നമ്മൾ കളവിൽ നിന്ന്, മായങ്ങളിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തമായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചിട്ട് അതിനുശേഷം ഒരിക്കൽ പോലും കളവ് പറഞ്ഞില്ല എന്ന് ഉള്ള ഒരു വിഷയമുണ്ട്. ചില ചരിത്രത്തിലെ വായിക്കാൻ സാധിച്ചു. അപ്പോൾ ഒരാൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്തെങ്കിലും കളവ് പറയുമോ എന്നൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇങ്ങനെ നടന്നു എന്നാണ്, അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ ചോദിക്കുകയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കുതിരപ്പുറത്തായിരുന്നു എന്നാണ്. അപ്പോൾ മാ സിന്നു ഫറസിഖ് എന്ന് ചോദിച്ചു എന്നാണ്, നിങ്ങളുടെ ഫറസിൻ്റെ സിന്ന് എന്താണ്? അപ്പോൾ പറഞ്ഞാൽ അത് ഇളാമുൻ, സിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല്, അതൊരു അസ്ഥിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒമാ ജെറിയുഹു എന്ന് ചോദിച്ചു എന്നാണ്. ജെറി എന്ന് പറഞ്ഞാൽ ശരിക്കും കുതിപ്പിന് ഓട്ടത്തിനാണ് പറയുന്നത്. അപ്പോൾ യഹ്ദിറു മസ്തത്ത, കഴിയുന്നത്ര അത് കുതിച്ചു പായും എന്ന് പറഞ്ഞു എന്നാണ്. ഈ ചോദ്യങ്ങളൊക്കെ ദ്വയാർത്ഥമുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു തആല ഒരിക്കലും ഒരു തെറ്റിൻ്റെ ഒരു കളവിൻ്റെ മയം വരാത്ത മറുപടിയാണ് പറയുന്നത്. മാ സിന്നു ഫറസിഖ്, നിങ്ങളുടെ ഫറസിൻ്റെ സിന്നാണ് ശരിക്കും പല്ലിനല്ലേ പറയാം. അപ്പോൾ അളമുൻ എന്ന് പറഞ്ഞ പല്ലൊരു തരം അസ്ഥിയാണ്. പിന്നെ ഒമാ ജെറിയു എന്ന് ചോദിച്ചു. എന്നിട്ട് ജെറി എന്താണെന്ന് ചോദിച്ചു. ജെറി എന്ന് പറഞ്ഞെങ്കിൽ ഓട്ടത്തിനും പറയാം. അപ്പോൾ യോഹ്ദിറു മസ്തത്ത, കഴിയുന്നത്ര അത് കുതിച്ചു പായുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, അയിന തളഉ ഖദമുക്, അല്ല അയിന തൻസിൽ, നിങ്ങൾ എവിടെ ഇറങ്ങുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഹൈസു തളഉ ഖദമി, എൻ്റെ കാലം എവിടെയാണ് വെക്കണം അവിടെ ഇറങ്ങും എന്ന് പറയുന്നു. അപ്പോൾ ചോദിച്ചാൽ തന്നെ ഇബ്നു മൻ അൻത, ആരുടെ മകനാണ്? അപ്പോൾ ഇബ്നു അബി വ ഉമ്മി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇബ്നുക്കെന്നോ വയസ്സിനെ കുറിച്ച് ചോദിച്ചാണ്. അതിൻ്റെ പ്രയോഗം എന്താണ്? അപ്പോൾ പറഞ്ഞു ഇബ്നു ലി അയ്യാമുൻ വലയാലി ഫമാ അദ്രി ബഅദഹു കം, എനിക്ക് അയ്യാമുൻ വലയാലി, ദിനങ്ങളും രാത്രങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്, ഈ ദിനരാത്രങ്ങൾക്കപ്പുറം എത്ര എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നാണ്. എത്ര വയസ്സായി എന്നാണ് ചോദ്യം. അപ്പോൾ ലി അയ്യാമുൻ വലയാലി
ഫമാ അതിനി മാ ബഅദഹുകം, ദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, രാത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിനപ്പുറം ഇനി എത്ര എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ പ്രയാസപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു എന്നാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്രയിച്ചതിൽ പിന്നെ അദ്ദേഹത്തിൽ ഒരിക്കലും ഒരു ഖെദിബ്, അതിൻ്റെ ലാഞ്ചന്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. സിദ്ദിഖിൻ്റെ ഒരു അനിവാര്യത നമ്മളിവിടെ ഈ പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളോട് നബിമാരോട് ചോദിക്കും, നബിമാരെത്തിച്ച ആളുകളെക്കുറിച്ച് ചോദിക്കും എന്നുള്ളതാണ് അവിടെ വിഷയം. നബിമാരുൾപ്പെടെ ആളുകളോട് ചോദിക്കുന്നതാണ്. പക്ഷെ അള്ളാഹു അതല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? അസാദിഖീന അൻ സിദ്ഖിഹിം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ആ സിദ്ഖ് അവിടെ പ്രയോഗിച്ചു, സാദിഖീൻ എന്ന് പ്രയോഗിച്ചു എന്നുള്ളതാണ് അവിടെ തഫ്സീറുകളിൽ പിന്നെ സംസാര വിഷയം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് സ്വീകരിച്ച കരാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായിട്ടുണ്ട് എങ്കിൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, അല്ലേ? മറ്റ് നബിമാരോട് അള്ളാഹു സ്വീകരിച്ച കരാറാണ് ലതുഅ്മിനുന്ന ബിഹി, നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തണം, അംഗീകരിക്കണം. വലതൻസുറുന്നഹു, നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യണം? സഹായിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജിൻ്റെ രാവിൽ ബൈത്തുൽ മഖ്ദിസിൽ വെച്ചു. അതേപോലെ തന്നെ ആകാശ ആരോഹണ വേളയിൽ ഇസ്രായിലും മിഅ്റാജിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മസാല ഉണ്ട്. എന്താണ് ആ മസാല? വളരെ ഗൗരവത്തിൽ പണ്ഡിതന്മാർ പറയുന്നൊരു മസാലയാണത്. എന്തായിരിക്കും അത്? ഖദിർ ആരാന്നറിയാലോ? ഏത് നബിയുടെ സമകാലീനനാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലീനനാണ്. ഈ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശ്വാസം എന്താ പലർക്കും? ഖദിർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടില്ല, അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ആ മസാല? ഇനി പറയും. ഖദിർ ഒരു നബി ആവുകയും അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായപ്പോൾ ഈ ഖദിർ എവിടെയായിരുന്നു? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് എല്ലാവരോടും സ്വീകരിച്ച കരാറാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അംഗീകരിച്ച് അത് പ്രഖ്യാപിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണം. മരിച്ച് മൺമറഞ്ഞ ബർസഖിൽ കഴിയുന്ന നബിമാർ വരെ ഇവിടെ നിയുക്തരാക്കപ്പെടുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് ഖദിർ എങ്കിൽ അദ്ദേഹത്തിന് വലിയ ബാധ്യതയല്ലേ? തായിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തായിഫ് യാത്രയിൽ അദ്ദേഹം എവിടെയായിരുന്നു? മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാതനകളിൽ, പ്രയാസങ്ങളിൽ ഖദിർ എവിടെയായിരുന്നു അലൈഹിസ്സലാം? അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ ഖദിർ എവിടെയായിരുന്നു? ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടു. പരിമിതമായ ആളുകളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സംരക്ഷിക്കപ്പെടുകയും ശത്രുക്കൾ യഥേഷ്ടം മേയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഖദിർ എവിടെയായിരുന്നു? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ ആര് വരുന്നില്ല? ഒരു ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സാന്നിധ്യവും വരുന്നേ ഇല്ല, ഒരിക്കലും വരുന്നില്ല. അപ്പോൾ അള്ളാഹു എല്ലാ നബിമാരോടും സ്വീകരിച്ചിട്ടുണ്ട് എന്ത്? മീസാഖഹും, അവരുടെ കരാർ. അതുകൊണ്ട് തന്നെ ഖദിർ അലൈഹിസ്സലാം അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് ശരിയോടടുത്തത്. അതാണ് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം. ജീവിച്ചിരിക്കുന്നുണ്ട് ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ ആളുകളിൽ പിന്നെ ഒരു ഊർജ്ജ രൂപമായി മേഞ്ഞ് നടക്കുകയാണെന്നുള്ള ആ ഒരു വിശ്വാസം അത് പിന്നെ ശരിയല്ല എന്നുള്ളതാണ് അതിനെ തുടർന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതൊരു വിഷയം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സിദ്ഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ സിദ്ഖിൻ്റെ വിഷയത്തിൽ നമ്മൾ മുദ്ഖൽ സിദ്ഖ് വായിക്കണ്ടില്ലേ? എവിടെയാണ് വായിക്കണത്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പിന്നെ വമുഖ്റജ സിദ്ഖിൻ, അല്ലേ? മുദ്ഖല സിദ്ഖിൻ വമുഖ്റജ സിദ്ഖിൻ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ലിസാന സിദ്ഖിൻ, അല്ലേ? പിന്നെ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട് ഖദമ സിദ്ഖിൻ, അല്ലേ? പിന്നെ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട് മഖ്അദ സിദ്ഖിൻ, അല്ലേ? മുദ്ഖല സിദ്ഖിൻ, മുഖ്റജ സിദ്ഖിൻ, ലിസാന സിദ്ഖിൻ, ഖദമ സിദ്ഖിൻ, മഖ്അദ സിദ്ഖിൻ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ചില ഉദ്ദേശം അവിടെ സിദ്ഖ് മാത്രമല്ല, പക്ഷേ
സിദ്ഖിൻ്റെ പ്രയോഗമാണ് വന്നത്. നബ്സല്ലാ തങ്ങളുടെ ഒരു ദുആയാണ്, റബ്ബി അദ്ഖിൽനി മുദ്ഖല വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. ഏത് സൂറത്തിലത്? സൂറത്തുൽ ഇസ്രായിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബ്സല്ലാ തങ്ങളോട് പറയുന്നത്, അള്ളാഹുവേ നീ എന്നെ സിദ്ഖിൻ്റെ മാർഗേണ പ്രവേശിപ്പിക്കണമേ, അതേപോലെ തന്നെ സിദ്ഖിൻ്റെ വഴിയിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കണമേ. സത്യസന്ധത പിന്നെ പ്രവേശിക്കുമ്പോഴും അതേപോലെ തന്നെ പുറപ്പെടുമ്പോഴും തനിക്ക് ഉണ്ടാകണേ എന്നുള്ളതാണ്. ഇത് നബി തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴും മദീനയിലേക്ക് പ്രവേശിക്കുമ്പോഴും നബിയോട് ദുആ ഇരക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. ബദറിലേക്ക് പോകുമ്പോഴും ബദറിൽ നിന്ന് തിരിച്ചണയുമ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞാന്ന് കാണാം. ഏതായാലും എല്ലാ സന്ദർഭത്തിലും പ്രവേശിക്കുമ്പോഴും സത്യസന്ധത, സിദ്ഖ്, പുറപ്പെടുമ്പോഴും സത്യസന്ധത, അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആയാണ്. അതിന് സഹസ്രമാതങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ ലിസാന സിദ്ഖ്, എവിടെ ലിസാന സിദ്ഖ് പറഞ്ഞു? വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ. സൂറത്തിലെ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ, മറിയമിൽ അല്ലേ? നബിമാർക്ക് ലിസാന സിദ്ഖ് ഉണ്ടാക്കിയെന്നാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ നീ എനിക്ക് ലിസാന സിദ്ഖ് ഉണ്ടാക്കണമെന്നാണ്. സൽകീർത്തിയാണ് ലിസാന സിദ്ഖ്, സൽകീർത്തി. പക്ഷെ പ്രയോഗം എന്താ? ലിസാന സിദ്ഖിൻ എന്നാണ്. പിന്നെ ഖദമ സിദ്ഖ്, ഖദമ സിദ്ഖ്. അതേപോലെ തന്നെ മഖഅദ സിദ്ഖ്. മഖഅദ സിദ്ഖ് സൂറത്ത് ഖമറിൻ്റെ അവസാനത്തിൽ എന്താ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഫീ മഖഅദി സിദ്ഖിൻ, മഖഅദ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ സ്വർഗം. മഖഅദ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനാണ് പറയുക. ഖദമു സിദ്ഖും സ്വർഗത്തിനാണ് പറയുക. ഏതായാലും ഈ ഖദമ സിദ്ഖും മഖഅദ് സിദ്ഖും സ്വർഗ്ഗമാണ്, രണ്ടും സ്വർഗ്ഗമാണ്. ഞാൻ ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നോക്കിയ സിദ്ഖിലേക്കാണ് ചേർത്തത്, സിദ്ഖിലാണ് ചേർത്തത്. സിദ്ഖ് അറിയിക്കുന്നത് സത്യസന്ധതയെയാണ്, കെദിബിന് വിപരീതമായിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിദ്ഖിലേക്ക് ഇതിനൊക്കെ ഇദാഫത്ത് ചെയ്തപ്പോൾ ഇവിടെ വിഷയം ഇതാണ്, സിദ്ഖിൻ്റെ പ്രാധാന്യം, ജീവിതത്തിൽ സിദ്ഖിൻ്റെ പ്രാധാന്യം. അതാണ് നമുക്കവിടെ അതിൽ മനസ്സിലാക്കാനുള്ളത്. പല അർത്ഥങ്ങളിലാണ് ഇത്. പ്രവേശനത്തെയാണ് അറിയിക്കുന്നത്, ഇത് പുറപ്പാടിനെയാണ് അറിയിക്കുന്നത്, സൽകീർത്തിയെയും സൽപ്പേരിനെയാണ് അറിയിക്കുന്നത്, ഇത് രണ്ട് സ്വർഗത്തെയാണ് അറിയിക്കുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ സിദ്ഖിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. സിദ്ഖ് അത് ജീവിതത്തിൽ അനിവാര്യമാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത, അനിവാര്യത, അതാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാദിഖീൻ എന്ന് പറഞ്ഞില്ല, അതിന് കാദിബീൻ എന്ന് പ്രയോഗിക്കാതെ കാഫിരീൻ എന്നാണ് പ്രയോഗിച്ചത്. അത് കളവാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ? കളവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹുക്കുമാണ് കുഫുർ. കളവാക്കുന്നവർ കാഫിറുകളാണ്. കാഫിരീങ്ങളുടെ പരിപാടിയാണ് കളവാക്കൽ. അത് പാടില്ല എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലിയസ്അല സാദിഖീന എന്ന് പറഞ്ഞപ്പോൾ വഅദലിൽ കാദിബീന എന്ന് പറയാതെ വഅദലിൽ കാഫിരീൻ എന്നാണ് പറഞ്ഞത്. കെദീബ് ആരുടെ സ്വഭാവമാണ്? അത് മനസ്സിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗം നടത്തിയത്. ഞാൻ പറഞ്ഞില്ല, ഈമാനും കെദിബും ഒരിക്കലും ഒരു കൽബിൽ സമ്മേളിക്കില്ല. ഈമാനും കെദിബും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മുഅ്മിൻ ബഖീലാകുമോ? ബഖീലായേക്കാം, ചില മുഅ്മിനീങ്ങൾ ബഖീലായേക്കാം. ഒരു മുഅ്മിൻ ജബാനാകുമോ? ഭീരു, അപ്പോൾ മുഅ്മിൻ ജബാനായേക്കും. ചില മുഅ്മിൻ കാദിബാകുമെന്ന് ചോദിച്ചപ്പോൾ ലാ, അൽ മുഅ്മിൻ ലാ യക്ദിബ്, മുഅ്മിന് കളവ് പറയില്ല എന്നാണ് പറഞ്ഞത്. മോഷ്ടിച്ചേക്കും, ചിലപ്പോൾ വ്യഭിചരിച്ചേക്കും, പക്ഷേ ലായക് അൽ മുഅ്മിൻ ലായക്. ഇപ്പം ഞാൻ ആ ജബാനാകുമോ അതേപോലെ തന്നെ ബഖീലാകുമോ എന്നുള്ളത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു തോന്നുന്നു, ഒന്നുകിൽ അദബുൽ മുഫ്രദിൽ അല്ലെങ്കിൽ തുർമുദിയുടെ നിവേദനത്തിൽ അങ്ങനെ ഒരു നിവേദനം വന്നത് പുതിയത് വായിച്ചപ്പോൾ ഞാൻ കേൾപ്പിച്ചു എന്ന് മാത്രം. അതില്ലെങ്കിൽ ഈ പ്രയോഗം പ്രസിദ്ധമാണ്. വ്യഭിചരിക്കുമോ ചോദിച്ചതും മോഷ്ടിക്കുമോ ചോദിച്ചൊക്കെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചപ്പോൾ ഈ മിറാജിൻ്റെ രാവിലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കണ്ടപ്പോൾ മർഹബൻ സ്വാഗതോതിയിട്ട് പിന്നെ മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖു സാലിഹ്, ഞങ്ങളുടെ സാലിഹായ സഹോദരൻ, സാലിഹായ നബി എന്ന് പറഞ്ഞിട്ടാണ് ഓരോ നബിമാരെ സ്വീകരിച്ചത്. അതിൽ പിന്നെ ചിലർ മർഹബൻ ബിബ്നി സാലിഹ്, സാലിഹായ മകൻ എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടില്ലേ, പിന്നെ ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ഫർളാക്കിയെന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ 50 വക്ത് നിസ്കാരം എന്നറിയില്ലേ. അപ്പോൾ പറഞ്ഞില്ലേ, ഇസ്രായേലരിൽ പരീക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ, ഉമ്മത്തികൾക്ക് അതാകില്ല, അള്ളാഹുവിനോട് തഖ്ഫീഫ് ചോദിക്കുന്ന പറഞ്ഞേ. അങ്ങനത്തെ വിഷയങ്ങളാണ്.
പിന്നെ മാനസികമായി ശക്തിപ്പെടുത്തലുണ്ട്. അതാണ് ഈ പ്രവാചകത്വം അംഗീകരിക്കലും അതൊക്കെ പിന്നെ ഈ ഇസ്രാ മിറാജ് നടക്കണ എപ്പോഴാണ്? ഇസ്രാ മിറാജ് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് ആട്ടി വായിക്കപ്പെട്ട ആ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ ആ 3 വർഷത്തെ ഉപരോധം ഉണ്ടല്ലോ, ഷാബു ബനി താലിബിലെ ആ ഉപരോധം, ആ നിസ്സഹകരണം, ഊരുവലക്ക്, അതിനുശേഷമാണ് അബൂ താലിബിൻ്റെ മരണം, പിന്നെയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മരണം, പിന്നെയാണ് തായിഫ് യാത്ര. ഈ തായിഫ് യാത്രയിൽ നിന്ന് മടങ്ങി ആ സമയത്താണ് ഇസ്രാ മിറാജ്. മനസ്സിലായി? അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സഹായമാണ്, ആ നബിമാരുടെയൊക്കെ അംഗീകാരവും സമ്മതമൊക്കെ. അതിപ്പോൾ നബിമാർ മരണപ്പെട്ടവരാണ്, അവരുടെ ബർസഖിലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പം മരിച്ചവരോടൊക്കെ സഹായം തേടാം എന്നുള്ള വിഷയം അത് വേറെയാണ് അല്ലേ. അതൊക്കെ ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങളാണ്. ഈ സംഭവത്തെ പുരസ്കരിച്ചിട്ട് ആരും മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ മറ്റു നബിമാരോടൊന്നും സഹായം ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതിന് ശേഷം എത്രയോ കാലം ജീവിച്ച് തനിക്ക് പ്രതിസന്ധി പ്രശ്നം ഉണ്ടായപ്പോൾ മരിച്ചുപോയ നബിമാരുടെ കബറുങ്ങലോ അല്ലെങ്കിൽ പിന്നെ അവരെ വിളിച്ചോ സഹായം തേടിയിട്ടില്ല. സഹാബികളാരും ഇതിനെ പുരസ്കരിച്ചിട്ട് മരിച്ചവരോട് സഹായം തേടിയിട്ടില്ല. അത് അയിമത്തുകൾ ആരും ചെയ്തിട്ടില്ല. വളരെ പിൽക്കാലത്ത് കുറേ തരീഖത്തിൻ്റെ ആളുകൾ വന്ന് അവർ മുരീദന്മാർക്ക് ഷെയ്ഖുമാരോട് ഇസ്തിഗാസ നടത്താനും ഇസ്തിഹാനത്ത് നടത്താനും ഇമാർ ഇതിനൊക്കെ തെളിവ് പിടിക്കുന്നത് അത് തീർത്തും വിരോധാഭാസമാണ്. പൂർവികരിൽ മാതൃകല്ലാത്ത വിഷയമാണത്. ഇനി നമുക്ക് ഈ ആയത്താണ് എനിക്കൊന്ന് പറഞ്ഞു പോവാം. ഇതിൽ പിന്നെ സത്യസന്ധതയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അവർക്കാണ് വിചാരണയിൽ രക്ഷാപ്രതിഫലം അല്ലേ. സത്യസന്ധതയുടെ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടിൽ ഏറ്റവും സുന്ദരമായൊരു ചരിത്രമാണ് ഏത്? ഖന്തഖ് യുദ്ധം, കിടങ്ങി യുദ്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി കിടങ്ങി യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ കിടങ്ങി യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ചരിത്രം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ വരുന്നത്, തുടർന്ന് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച മുതൽ അത് അതിന് പറയാം. പക്ഷേ ഈ ആയത്ത് നമ്മൾ പറയാം. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. സമയത്രേ 11 ഈ ആയത്തിൻ്റെ അർത്ഥം വെച്ചിട്ട് പോവാം. യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ, വിശ്വാസികളെ, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക. ഉദ്കുറു, നിങ്ങൾ ഓർക്കുക. എപ്പോഴാണ് അള്ളാഹിൻ്റെ അനുഗ്രഹം? ഇദ് ജാഅത്കും, നിങ്ങൾക്ക് നേരെ വന്നപ്പോഴാണ്, വന്ന അവസരത്തിൽ. ആര് വന്നപ്പോൾ? ജുനൂദുൻ, ജുനൂദ് എന്ന ജുൻദുൻ, ജുനൂദുൻ സൈന്യങ്ങൾ. ജുൻദുൻ എന്ന് പറഞ്ഞാൽ തന്നെ സൈന്യമാണ്, അതിൽ തന്നെ കുറേ ആളുകളുണ്ട്. ജുൻദുൻ അല്ലേ, കുറേ ആളുകളുടെ സൈന്യം, ഒരു സൈനിക വ്യൂഹം. ജുനൂദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജുന്തുകൾ നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ കുറേ ഖുറൈശികൾ, പിന്നെ ഖതഫാനികൾ, ഇങ്ങനെ കുറേ ജുന്തുകളാണ്. അതുകൊണ്ടാണ് ജുനൂദിന് എന്ന് പറഞ്ഞത്. പറയാം, ഫഅർസൽന അലൈഹിം റീഹ, നാം അവർക്ക് നേരെ ഒരു കാറ്റിനെ അയച്ചു. വജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യങ്ങളെയും അയച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.